ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗാണിത്. സോ നമ്മുടെ ആദ്യത്തെ വ്ളോഗ് ഒഫീഷ്യലി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഷോർട്സൊക്കെ ഇട്ടു എങ്കിലും നമ്മൾ വ്ളോഗ് ഇതുവരെ ഇട്ടിട്ടുണ്ടായില്ല. വ്ളോഗാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ അപ്പോൾ നമ്മൾ ഒരു വ്ളോഗ് ഇന്ന് തുടങ്ങുകയാണ്. ഓക്കെ, സോ അതിനു മുന്നേ എല്ലാവർക്കും വെരി ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ഞാൻ ഓൾറെഡി ഷോർട്സിൽ പറഞ്ഞു എങ്കിലും നമ്മൾ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. എൻ്റെ അനുഭവം പറയാം. ന്യൂ ഇയർ വലിയ സുഖമുണ്ടായിരുന്നില്ല. കാരണം എല്ലാ വർഷത്തെയും പോലെ ആ ഒരു എനർജി ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ബോറിംഗ് ആയിരുന്നു. 1-ാം തീയതി ആയാലും ഇപ്പോൾ നമ്മൾ പ്രാവശ്യം ഫയർ വർക്ക്സും കാര്യങ്ങളൊന്നും കാണാനായിട്ട് പോയില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ആയിരുന്നു. രാത്രി എല്ലാവരും വിഷ് ചെയ്ത് 12 മണിക്ക് വിഷ് ചെയ്ത് കിടന്നുറങ്ങി. പക്ഷെ അതിന് ശേഷമുള്ള ഒരാഴ്ച 1-2 ആഴ്ച, ഐ തിങ്ക് ഇപ്പോൾ 2 ആഴ്ച ഓൾറെഡി കഴിഞ്ഞു തോന്നുന്നു അല്ലേ? 2 ആഴ്ച കഴിയാനായിട്ടുണ്ട്. ഈ 2 ആഴ്ചയിൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എന്താണെന്നല്ല, ഒരു മോട്ടിവേഷൻ ഇല്ല ഒന്നും ചെയ്യാൻ. ഇന്നാലും നമുക്ക് നമ്മുടെ യൂട്യൂബ് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ കുറേ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായിണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തംബ്നെയിൽ അല്ലെങ്കിൽ ടൈറ്റിൽ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എന്നുള്ളത്. ഒരു വീക്കെൻഡ് വ്ളോഗാണ്. ടുഡേ സാറ്റർഡേ, ഇത് ഈവനിങ് ആണ്. സാറ്റർഡേ ഈവനിങ് ആണ്. ഇന്ന് 11th ആണ് കേട്ടോ, 11th ഈവനിങ്. സോ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഐ തോട്ട് ഓക്കെ, നമുക്കൊരു വീക്കെൻഡ് വ്ളോഗ് ആക്കാം, സാറ്റർഡേ സൺഡേ ഇതാക്കിയിട്ടാക്കാം. അപ്പോഴാണ് അറിഞ്ഞത് നാളെ തിരുവാതിരയാണ്, അത്ര ധനുമാസ തിരുവാതിര. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം ആക്ച്വലി കലണ്ടർ ഞാൻ വിചാരിച്ച മറ്റന്നാളെയാണെന്നാണ്. 13th കലണ്ടറിൽ ഇട്ടിരിക്കുന്നത്. പക്ഷെ 12 തൊട്ട് മീൻസ് പാതിയായിട്ട്, മീൻസ് നക്ഷത്രങ്ങൾ ഇങ്ങനെ വരുമല്ലോ, നാഴിക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ 12-ാം തീയതി ഐ തിങ്ക് 11 സംതിങ് തൊട്ട് രാവിലെ 11 o'clock തൊട്ട് 13th 10 മണി വരെ എങ്ങാണ്ട് തിരുവാതിരയാണ്. അപ്പോൾ മകീരം, ഇന്ന് മകീരം തുടങ്ങി, അങ്ങനെ എന്തൊക്കെയുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് കുളിച്ച് വന്നു. ഇപ്പോൾ നമുക്ക് വിളക്കൊക്കെ വെക്കണം. പ്രിപ്പറേഷൻ എന്ന് പറയാൻ നമുക്ക് വിളക്ക് വെക്കണം, അതൊക്കെ തന്നെയാണ്. അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അങ്ങനെ വ്രതം ഇരിക്കും. ഞാൻ ആക്ച്വലി ഈ വ്ളോഗ് ഇതാക്കണം എന്നല്ല വിചാരിച്ചത്. വേറൊരു പ്ലാൻ ആയിരുന്നു എൻ്റെ മൈൻഡിൽ. കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് വലുതൊക്കെ ഇതാവണം എന്നായിരുന്നു ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു ഇത് വന്നതുകൊണ്ട് ഓക്കെ, നമുക്കൊരു ബ്ലെസ്ഡ് രീതിയിൽ നമുക്കൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. മേ ബി നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ പറയാതില്ലേ, കാണിച്ചു തരാം എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതൊക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷം, ഈ ഒരു വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും, ഇതേപോലെ സ്നേഹം തന്നുകൊണ്ടിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് എന്താ പറയുക, നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ എന്താ പറയുക വീഡിയോസൊക്കെ ഇടാനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ വരും. അങ്ങനെ വീഡിയോ ചെയ്യണം, അങ്ങനെ വീഡിയോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സ്നേഹം എന്നും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയതായി ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ പേര് സ്നേഹ. സോ എൻ്റെ ചാനൽ മെയിനായിട്ട് ഈ എന്താ പറയുക ഡെയിലി വ്ളോഗ്സ്, ആർട്ട്, കുക്കിംഗ്, അങ്ങനെ എല്ലാം കൂടിയുള്ള എൻ്റെ ലൈഫ് ഒരു ഡോക്യുമെൻ്ററി പോലെ ആക്കാനുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം.
ഇത് വന്നിട്ട് ഹനുമാൻ ചലീസയുടെ ഒരു ബുക്കാണ് കേട്ടോ. ഞാൻ വൈകുന്നേരം വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അതിന് ശേഷം ഇടയ്ക്ക് ഇങ്ങനെ വായിക്കാറുണ്ട്. അധികം ടൈം കിട്ടുമ്പോഴൊക്കെ ഇതൊന്ന് വായിക്കും കേട്ടോ, ഹനുമാൻ ചലീസ. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ റിലീജിയസ് ആയിട്ടുള്ള ബുക്ക് വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൺലൈൻ മേടിച്ചാണ്. ഫ്ലിപ്കാർട്ടിലാണോ ആമസോണിലാണോ വരുത്തിയതെന്ന് എനിക്കത്ര ഓർമ്മയില്ല. പക്ഷേ അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. ഞാൻ മെയിനായിട്ട് ഹനുമാൻ ചലീസ മാത്രം ഉള്ള സാധനമാണ് വരുത്തിയത്. പക്ഷേ ഇതിൽ സ്റ്റോറീസും കാര്യങ്ങളും ഉണ്ട്. സോ അടിപൊളി ബുക്കാണ്. സോ എനിക്കിത് ഈവനിങ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൈറ്ററിൻ്റെ പേര് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം ഇതൊക്കെ വായിച്ചു. ഇനി എന്താ, ഇനിയിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ഇവിടെ 6:30 എങ്ങാണ്ടേ ആയിട്ടുള്ളൂ, 6:30. അപ്പോൾ 6:30 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഏട്ടൻ വന്നിട്ട് കാണാം. എൻ്റെ ഇടയിൽ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യാനൊന്നും ഇന്നില്ല. ഓക്കെ, നാളെയാണ് മെയിനായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് നേരം വല്ല എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണും, എന്തെങ്കിലും വായിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കാണാം. ഇത് കണ്ടോ, സോക്സ് ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല എനിക്ക്. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. ടൈലൊക്കെ എന്തൊരു തണുപ്പാണെന്നറിയോ. നമുക്ക് സോക്സ് ഇല്ലാതെ എൻ്റെ കാലും കൈയൊക്കെ പെട്ടെന്ന് ഐസ് കട്ടയാവും. അപ്പോൾ സോക്സ് ഇട്ട് തന്നെ ഇരിക്കണം. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ജാക്കറ്റ് കൊടുത്തോളും, പറയാൻ പറ്റില്ല. ഇതുണ്ട് ഗൈസ്, ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് മുന്നേ ഞാൻ ടീഷർട്ട് മാത്രം ഇട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ജാക്കറ്റ് എടുത്തിട്ടു, കാരണം നല്ലോണം തണുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എൻ്റെ കൈയൊക്കെ പെട്ടെന്ന് ഐസ് കട്ട പോലെ ആവും. ഒന്ന് ചൂടാവാൻ വേണ്ടി നമ്മൾ കുറച്ച് ബൂസ്റ്റ് ഉണ്ടാക്കി കുടിക്കാം എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ചായയൊക്കെ അധികവും ഒഴിവാക്കിയിരിക്കുകയാണ്. ചായയൊക്കെ നിർത്തി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അധികവും അപ്പോഴെങ്കിലും ആഴ്ചയിൽ പുറത്ത് പോയി എങ്ങാനും കുടിക്കുമോ അല്ലെങ്കിൽ കുടിക്കുമോ എന്നല്ലാതെ ചായ ഇപ്പം അധികം കുടിക്കുന്നില്ല. രാവിലെ ഇല്ല, പിന്നെ വൈകുന്നേരം ഇല്ല. വൈകുന്നേരം അതിൻ്റെ പേരെ ഞാൻ ബൂസ്റ്റ് കുടിക്കും. ഓക്കെ, പിന്നെന്താ, അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാം. ബൂസ്റ്റ് ഉണ്ടാക്കി കുടിച്ചിട്ട് കാണാം. ഗൈസ്, നമ്മൾ റെഡി ആയിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഏട്ടൻ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഏട്ടൻ വന്നിട്ട് കാണാം. പുറത്ത് പോകുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ് ഏകാദശി വലുതൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. സാധാരണ പച്ചക്കറി സാധനങ്ങളെ മേടിക്കാൻ വേണ്ടി വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ന്യൂ വലുത് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആളെത്തിൻ്റെ ഒരു ഹായ് പറ. ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗാ. എന്ത് പറയുന്നത്, ഞങ്ങള് ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോവുകയാണ്. നാളെ എന്താ പറയാ, തിരുവാതിര. ഞാൻ ഏകാദശി തിരുവാതിര. അപ്പൊ അതിന്റെ ഒരു ഇതിന് ചെറിയ ഷോപ്പിങ്ങിന് പോവുകയാണ്. നാളെ നമുക്ക് ഉച്ചക്ക് 10 മണിട്ടാണ് തുടങ്ങുന്നത്. ഇവിടുത്തെ 10 മണി, നാട്ടിലത്തെ 10 മണി എന്താ അറിയില്ല, ചോദിച്ചു നോക്കണം. ഓക്കെ, അപ്പം നമുക്ക് പോണ വഴിക്ക് കാണാം. അതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. വെള്ളം കൂടി പറക്കി നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. വെള്ളം പൊട്ടി വയസ്സായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാം.
ആഫ്റ്റർ ഡിന്നർ അങ്ങനെ നമ്മൾ മെട്രോ കയറി പോണത് ബർവ വില്ലേജിലേക്കാണ് കേട്ടോ. ബർവ വില്ലേജിൽ പോയിട്ടാണ് സാധനങ്ങൾ മേടിക്കണമെന്ന് ഏട്ടൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. അല്ലെങ്കിൽ ഞാൻ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാൻ നിന്നതാണ് കേട്ടോ. അങ്ങനെ മെട്രോ ഇറങ്ങി അവിടെ നിന്ന് ബസ് കയറി വേണം പോകാൻ. ബസ്സിൽ ആരും ഉണ്ടായില്ല, ഞങ്ങൾ മാത്രം. അപ്പോൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം നമ്മൾ എത്തി ബർവ വില്ലേജിൽ സഫാരിയിലേക്കാണ് കേട്ടോ പോയത്. സഫാരിയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്നത്. ആക്ച്വലി എന്തിനാണ് ഇത്ര ദൂരെ വന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും ഞങ്ങൾ പോയി. അവിടെ പച്ചക്കറി മെയിനായിട്ട് ഈ എന്താ പറയുക പുഴുക്കിനുള്ള കിഴങ്ങ് സാധനങ്ങളൊക്കെ ആയിരുന്നു എടുക്കാനുണ്ടായിരുന്നത്. സോ അതൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവിടെ ലിച്ചി കണ്ടത്. സോ അതും കുറച്ച് മേടിച്ചു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അതെ ഇവിടെ നിൽക്കുകയാണ് വണ്ടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്ത് പോയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല വിറയ്ക്കണ തണുപ്പായിരുന്നു. ഇവിടെ തണുത്ത് വിറച്ച് നിൽക്കുകയാണ് വണ്ടിക്ക് വേണ്ടിയിട്ട്. വണ്ടി വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ. അല്ല വേറെ ഏതോ വണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഇനി റൂമിലേക്ക് പോകണതായിരിക്കും, പിന്നെ കിടന്നുറങ്ങണതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങണം, രാവിലെ നേരത്തെ എണീക്കണം. എന്താ പറയുന്നത്? ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ, നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് എൻ്റെ ഇടയിൽ കൂടെ ഒരു തമാശ ഉണ്ടായി. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചിരിച്ചത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്നൊരു സംഭവം കിട്ടി, ഒട്ടും പ്രതീക്ഷിക്കാത്തത്. ലിച്ചി. ഇതിപ്പോൾ കഴിച്ചിട്ട് എപ്പോഴാണ് കഴിച്ചതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. അയ്യോ താഴ്വീന്. ഓക്കെ, ഇത് നല്ല ടേസ്റ്റാണ്. പോരാ ഞാൻ കഴിച്ച് നോക്കി. നല്ല ഒരാളിരുന്ന് ചിരിപ്പിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ലിച്ചിയൊക്കെ കിട്ടി. പിന്നെ ഞാൻ മെയിനായിട്ട് പഴം എടുക്കാൻ പോയപ്പോഴാണ് ലിച്ചി കണ്ടത്. ഓക്കെ, പിന്നെ വേറെന്താ, വേറെ ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നാളെ എണീക്കണം. ഇപ്പോൾ തന്നെ ഇവിടെ 12 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നാളെ കാണാം. ഓക്കെ, ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി തിരുവാതിര. ഞാനിപ്പോൾ കുളിച്ച് വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കൊന്ന് മുഖം വൃത്തിയാക്കിയിട്ട് വിളക്കൊക്കെ വയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കാണാം. ഇപ്പോൾ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു. പൂജ ചെറിയ വിളക്കൊക്കെ വയ്ക്കുക ഒക്കെ അങ്ങനെ അല്ലേ. സോ എല്ലാവർക്കും ഹാപ്പി തിരുവാതിര. പിന്നെന്താ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് മെയിനായിട്ട് ഇന്ന് വ്രതം ആയതുകൊണ്ട് ഉപ്മാവ് അങ്ങനത്തെ സാധനങ്ങൾ, പുഴുക്ക്, ഗോതമ്പ് കഞ്ഞി അതൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാം. ഓക്കെ, കുറേ നേരത്തിന് ശേഷമാണ് ഞാൻ ഷൂട്ട് ചെയ്യണേ. ഞാനിപ്പോൾ ഇതിവിടെ നമ്മുടെ പുഴുക്ക് ഉണ്ടാക്കാൻ പോവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ സ്പേസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ അതാണ് കുറച്ച് ഇങ്ങനെ ക്ലിപ്സായിട്ട് എടുക്കണം. അപ്പോൾ പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. എൻ്റെ റെസിപ്പി അങ്ങനെയൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ലിപ്സ് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. സോ നമ്മൾ ഇന്ന് ലഞ്ചിന് പുഴുക്ക് ആൻഡ് എന്താണ് പറയുക ഗോതമ്പ് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെ ഇതൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓക്കെ, പിന്നെ ഞാൻ ഇന്നലെ കാണിച്ചെന്നില്ലേ ലിച്ചി, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലിപ്പോൾ ഒരു രാവിലെ തന്നെ ഞാൻ 4-5 എണ്ണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ച് ഇവിടെ നമ്മുടെ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ബോയിലാവാൻ. ഈ കഷ്ണങ്ങൾ എന്താ പറയുക
നേരാക്കി അത് കട്ട് ചെയ്യലാണ്, അവിടെയാണ് സമയം പിടിക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചെറുപയറും ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ ചെറുപയർ ഇന്നലെ വെള്ളത്തിലിടാൻ മറന്നുപോയി, അത് കാരണം ഞാൻ സെപ്പറേറ്റ് ബോയിൽ ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇത് ഗോതമ്പ് ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചാണ് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതിനെ ഒന്ന് ബോയിൽ ചെയ്യുക, അതിനെ ഇതിലേക്കെടുത്ത് കൊട്ടുക, പിന്നെ തേങ്ങ അരച്ചതിലേക്ക് ചേർക്കുക, തേങ്ങയും ജീരകവും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ലഞ്ച് പരിപാടികൾ. ഇതൊക്കെ റെഡിയായ ശേഷം ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ എന്താ പറയാനില്ലേ, വേറെ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഗോതമ്പ് കഞ്ഞി കൊടുക്ക് റെഡി. ഓക്കെ, ഈവനിങ് ആയി. ഞാൻ ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, ഊണ് മീൻസ് കഞ്ഞി, അത് കഴിച്ച ശേഷം പിന്നെ നമ്മൾ ഇപ്പോൾ ഫോണിൽ എന്തൊക്കെയാണ് അങ്ങനെ നോക്കൊണ്ടിരുന്നു, വേറെ പണിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈവനിങ് എന്തായാലും ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആസിഫലിൻ്റെ രേഖാചിത്രം, അപ്പോൾ അത് കണ്ടിട്ട് വരാം. നല്ല റിവ്യൂസാണ്, നോക്കാം എങ്ങനെയുണ്ട് സിനിമ. ഇവിടെ എൻ്റെ ക്യാമറ ഇവിടെ ആയതുകൊണ്ടേ ഞാൻ തെറ്റി നോക്കുകയാണ്. അത്ര പറയുള്ളൂ, അല്ലാത്ത ശോകമാണ്. നമുക്ക് എന്തായാലും ഒന്ന് പോയിട്ട് വരാം, സിനിമ കണ്ടിട്ട് എങ്ങനെയാണെന്ന് ഭാഷണം കൊടുക്ക്. സിനിമ കണ്ടിട്ട് നമുക്ക് വരാം. പക്ഷെ അതിന്റെ റിവ്യൂ പുറകെ വരും. റിവ്യൂ നിങ്ങൾ പറയൂ? ഞാൻ പറയാ, നിങ്ങളും പറയൂ? ഞാനും പറയാം. റിവ്യൂ നോക്കാം അങ്ങനെയുണ്ട് സിനിമ എന്നുള്ളത്. എന്തായാലും വെറുതെ റൂമിൽ ഇരിക്കണ്ടല്ലോ, ഒരു സൺഡേ അല്ലേ, വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കുന്നത്. അപ്പൊ നമ്മൾ പോയിട്ട് വരാം. ഓക്കെ, അവിടെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ DCC എത്തി. DCCയിലായിരുന്നു നമ്മൾ സിനിമ കാണാൻ വന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് കാർ പാർക്കിങ്ങിൻ്റെ താഴെ കൂടെ പോയിട്ട് വേണം നമ്മൾ DCC ഉള്ളിൽ സിറ്റി സെൻറ്റർ കയറാൻ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. ഇത് കുറേ കാലമായിട്ട് പണി നടക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് കുറച്ച് മാസങ്ങളായിട്ട്. ഇത് ഞാൻ കഴിഞ്ഞ വട്ടം DCC പോയപ്പോൾ കാണിച്ചു തരാൻ മറന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അത് നന്നായി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ തുടക്കം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ 2 എസ്കലേറ്റർ ഉണ്ടാവും മേലേക്ക് പോകാനുള്ളത്. 2 അല്ല, സോറി, 1 ഒരു എസ്കലേറ്റർ, അപ്പുറത്ത് കൂടെ താഴെ വരുന്ന എസ്കലേറ്റർ കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിട്ട് 1, പിന്നെ മേലേക്ക് 1 കൂടി ഉണ്ട്. അതും കൂടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് സിറ്റി സെൻറ്ററിൽ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നുണ്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു നല്ലൊരു പരിപാടിയാണ്. മറ്റേ കാർ പാർക്കിൻ്റെ താഴെ കൂടെ പോകുമ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഗ്ലാസ് വിൻഡോസിൽ കൂടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റി വ്യൂ അടിപൊളിയായി കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സിറ്റി സെൻറ്ററിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കി വീഡിയോ കാണൂ കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രിഡ്ജൊക്കെ കടന്ന് വന്നു. അപ്പോൾ ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ സിറ്റി സെൻറ്ററിൻ്റെ എൻട്രി കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് ഭാഗത്തേക്ക് കാണുന്ന ഈ ബ്ലൂ പെയിൻറ്റഡ് ആയിട്ടുള്ള ഈ വാള് എന്ന് പറയുന്നത്, ഇതിൽ ഫുള്ള് സിറ്റി സെൻറ്ററിൻ്റെ ഹിസ്റ്ററിയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴാണ് തുടങ്ങി എൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ആയിട്ട് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സിറ്റി സെൻറ്ററിലേക്ക് മെട്രോ ബ്രിഡ്ജ് വഴിയുള്ള എൻട്രി. ഓക്കെ, ഇനി നമുക്ക് ഉള്ളിലേക്ക് കടക്കാം.
അങ്ങനെ ആ ഡാൻസ് പരിപാടിയൊക്കെ കണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു. സോ ഇതാണ് നമ്മുടെ തിയേറ്റർ, ഇതാണ് എൻട്രി. അതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഫുഡ് കോർട്ടും ഉള്ളത് കേട്ടോ. പക്ഷേ നമുക്ക് അവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം സിനിമയ്ക്ക് കയറി, സിനിമ കണ്ടു. കുഴപ്പമില്ല, നല്ലൊരു മൂവിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് അതിൻ്റെ താഴെ തന്നെ ബാങ്കിലേക്കൊന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. സോ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സിറ്റി വ്യൂ ആണ്, ഒരു UK US ഫീലാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ. നല്ലൊരു ഭംഗിയാണ് കാണാൻ, എസ്പെഷ്യലി നൈറ്റിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നടന്നു പോകുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ബാങ്കാണ്. കുറേ ബാങ്കുകളുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. അതിനുശേഷം ഞങ്ങളങ്ങനെ ലാസ്റ്റ് മെട്രോ കയറി തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. സോ ഗൈസ്, അത്രേ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അന്ന് എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന ശേഷം ഫുഡ് കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി, അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ കുഴപ്പമില്ലാത്തൊരു സ്റ്റോറിയാണ്, അത്രയേ ഉള്ളൂ. ഞാൻ വേറെ എന്തോ ഒരു ക്ലൈമാക്സ് ഒക്കെയാണ് പ്രതീക്ഷിച്ചത്, സത്യം പറയാമല്ലോ. വേറെ ഒരു ക്ലൈമാക്സ് ഒക്കെയാണ് ഞാൻ കണ്ടുവരുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നോർമൽ സ്റ്റോറിയാണ്, പക്ഷെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ ആക്ടിങ്ങും എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോ വലുതൊക്കെ നല്ലത് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വലുതൊക്കെ ലൈക്ക് കണ്ടൻസൊക്കെ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ് ആണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി, ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നാലേ എൻ്റെ പുതിയ വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ ശരി, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ഗുഡ് നൈറ്റ്.